രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങുമോ എന്നതായിരുന്നു ചോദ്യം. പക്ഷേ ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുമ്പോൾ ഇപ്പോഴും നിയമത്തിൻ്റെ വഴിയെ അല്ലെങ്കിൽ നിയമപ്രകാരം കീഴടങ്ങാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുക തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കർണാടക കേന്ദ്രീകരിച്ചാണ് രാഹുൽ ഉള്ളത് എന്ന് കണക്കാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ പരിശോധന പോലീസ് തുടരുകയും ചെയ്യുന്നു. അന്വേഷണം അമൽ തേനമ്പറമ്പിലുമാണ് വിവരങ്ങളായിട്ടുള്ളത്. അമൽ, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വല്ലാത്തൊരു ആശങ്ക സ്വാഭാവികമായിട്ടുണ്ടാകും. എത്രയില്ല എന്ന് പുറമേക്ക് നേതാക്കൾ പറഞ്ഞാലും ശബരിമല വിഷയം ഉയർത്തി CPM-നെ പ്രതിരോധത്തിലാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ആ വിഷയത്തെ മൊത്തം ഇത് മാറ്റിക്കളയുമോ എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർന്നു വരുന്നത്. എങ്ങനെയാണ് പാർട്ടി ഇപ്പോൾ ഇത് രാഷ്ട്രീയ തന്ത്രമാണെന്നൊക്കെ ആവർത്തിച്ചാലും താഴേക്കിടയിൽ പാർട്ടിയെ ബാധിക്കുന്നുണ്ടോ, അതോ അതിനെ മറികടക്കാനുള്ള പ്രചാര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ ഒരു എഡ്ജ് ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്, പ്രത്യേകിച്ച് കോർപ്പറേഷനുകളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസ്. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഒരു അവസ്ഥ പരിശോധിച്ചാൽ ശബരിയെ പോലുള്ള ആളുകളെ രംഗത്തേക്ക് ഇറക്കുന്നു, പല മുൻ MLA-മാരെയും രംഗത്തേക്ക് ഇറക്കുന്നു. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ശബരിമല വിഷയം കൂടി വരുന്നത്. ശബരിമല കൂടി വന്നതോടെ UDF-നെ സംബന്ധിച്ചിടത്തോളം വീട് കയറി പറയാനൊരു കാരണമായിരുന്നു ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം കട്ടവർ എന്നുള്ളതായിരുന്നു പ്രധാന മുദ്രാവാക്യം. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സജീവ ചർച്ചയായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടം. ഇന്നലെ മുതൽ ഈ കവർ പേജൊക്കെ അമ്പലം വിഴുങ്ങികൾ അല്ലേ പുറത്തേക്കുന്നോ, അങ്ങനെ എന്തൊരു മഞ്ഞ കളർ പോസ്റ്ററൊക്കെ ഷെയർ ചെയ്തിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമല വിഷയം അവർക്കുണ്ടാക്കിയ പ്രതിസന്ധി ചെറുതല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. നമ്മളുമൊക്കെയായി മത്സരിക്കുന്ന ഒരുപാട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളൊക്കെ പരിചയക്കാരായി മറ്റുമൊക്കെയുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത്, നമുക്ക് ഒപ്പമിരിക്കുന്ന അനന്തനെ പോലും എടുത്തവർ പറയുന്നത്, ഈ ആനന്ദകൃഷ്ണനൊക്കെ നിരന്തരമായി ഇങ്ങനെ വാർത്ത കൊണ്ടുവരുന്നു. അപ്പോൾ പത്മകുമാറിനെ പുറത്താക്കുന്നു, വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നു, വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളെല്ലാം വരുമ്പോൾ CPM വലിയ സമ്മർദ്ദത്തിലായിരുന്നു. സ്വാഭാവികമായും ഈ വാർത്തകളൊക്കെ വരുന്നതിൽ അവർക്കുള്ള പരാതിയും പരിഭവവും ഒക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഞങ്ങൾ വീട് കയറി വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ആദ്യം അവർ ചോദിക്കുന്നത്, വീടുകളിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നത് ഈ ശബരിമലയിലെ സ്വർണത്തിൻ്റെ വിഷയമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ചെറിയ ആശ്വാസമുണ്ട്, രാഹുലിൻ്റെ വിഷയം കൂടി ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്ത് പോകുന്നു എന്നുള്ളത് മാത്രമല്ല, ശബരിമല വിഷയം രണ്ടാമത്തേതായി മാറി. കഴിഞ്ഞ ദിവസങ്ങളിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ ചർച്ചകളടക്കം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ വരുന്ന വാർത്തകളുടെ കണക്കടക്കം പരിശോധിച്ചാൽ ശബരിമല വിഷയം രണ്ടാമത്തേതായി മാറി എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ എഡ്ജ് അവർക്ക് ആ വിഷയത്തിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, പുറത്തിറങ്ങുന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം മറുപടി പറയേണ്ടി വരുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് രാഹുൽ എന്നുള്ള ചോദ്യം. ഈ വാർത്താ ടൈം കൂടുതൽ ഈ വിഷയം എടുക്കുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്കിടയിൽ ഏതിനാണ് കൂടുതൽ, അങ്ങനെ പാർട്ടിയുടെ വിലയിരുത്തലുണ്ടോ? അതിലെങ്കിലും ആശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വോട്ടായി മാറില്ല, അല്ലെങ്കിൽ അത് തിരിച്ചടിയാകില്ല എന്ന് പ്രതീക്ഷിക്കുമ്പോഴും സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരും സ്ഥാനാർത്ഥികളും വീട് കയറുമ്പോൾ അവർക്ക് മുന്നിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളുടെ പാലക്കാട് MLA എവിടെ എന്നുള്ളതാണ്. ബലാത്സംഗ കേസിൽ പ്രതിയായ ഒരു MLA എവിടെ? MLA ഒളിവിലാണ് എന്നുള്ളത് പറയേണ്ടി വരികയാണ്. മാത്രമല്ല, ഇങ്ങനൊരു MLA-ക്കെതിരെ നടപടിയെടുക്കാത്തത് എന്ത് എന്നുള്ള ചോദ്യം ഭരണപക്ഷം ഉയർത്തുമ്പോൾ, അല്ലെങ്കിൽ CPM-ഉം ഇടതുപക്ഷം ഉയർത്തുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയുന്നില്ല. BJP ഉയർത്തുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയുന്നില്ല. അതവർക്കുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. ഏത് വിഷയത്തിൽ ഇപ്പോൾ വൈകുന്നേരത്തെ നമ്മുടെ ചിഹ്നം പോലെയുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. നമ്മൾ ഈ കവലകളിലൊക്കെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ വിളിച്ച്, ആളുകളെ വിളിച്ചു കൂട്ടിയുള്ള ചർച്ചകളൊക്കെ നടത്തുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഈ വിഷയം മാറുകയാണ്. ശബരിമല അവിടെ ചർച്ചയാകുന്നത് വളരെ കുറച്ച് സമയം മാത്രമാണ് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നു. ഈ വിഷയമാകും ഒരു തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവിധ രാഷ്ട്രീയ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കുമ്പോൾ കഴിഞ്ഞ 2 തവണയായി ഭരിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം, അതോടൊപ്പം തന്നെ ഈ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ, ഈ വിഷയങ്ങളെല്ലാം ചർച്ചയാക്കി അതെല്ലാം വോട്ടാക്കി മാറ്റി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ മികച്ച ഒരു വിജയം നേടാം. അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കാം എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒറ്റ ഒരു കോൺഗ്രസ് നേതാവ് പാർട്ടിക്കാകെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ആ പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ പോലും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് നേതാക്കൾ ഉണ്ടാകുന്നു. ആ നേതാക്കളുടെ നിലപാട് തെറ്റേ എന്ന് തെളിഞ്ഞ ദിവസമാണ് ഇന്ന് എന്ന് പറയേണ്ടി വരും. എന്തായാലും ഒടുവിൽ പാർട്ടിക്ക് ആ തീരുമാനം എടുക്കേണ്ടി വന്നു. രാഹുൽ കോൺഗ്രസിൽ നിന്നും പുറത്തായിരിക്കുന്നു. ഇനി അറിയേണ്ട ഒറ്റ കാര്യം, രാഹുൽ MLA സ്ഥാനം എപ്പോൾ രാജിവെക്കുമെന്നുള്ളതാണ്. പാർട്ടി എന്തായാലും എടുത്തിരിക്കുന്ന തീരുമാനം രാഹുലിനോട് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടും എന്നുള്ളത് തന്നെയാണ്. രാഹുൽ MLA സ്ഥാനം കൂടി രാജിവെക്കുന്നതോടെ പാർട്ടിക്കുണ്ടായിരുന്ന, ഈ വിഷയത്തിലുണ്ടായിരുന്ന ഒരു തിരിച്ചടി മറികടക്കാൻ കഴിയുമെന്നുള്ളത് നേതാക്കൾ പ്രതീക്ഷിക്കുകയാണ്. രാഹുലിനെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. രാഹുലുമായി ബന്ധപ്പെടാൻ കഴിയുന്നത് രാഹുലിൻ്റെ ഓഫീസിലുള്ള ആളുകളുമായി മാത്രമാണ്. അപ്പോൾ ആ രാഹുലുമായി ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു ഘട്ടത്തിൽ രാഹുലിനോട് MLA സ്ഥാനം രാജിവെച്ച് പാർട്ടിയെ നിലവിലുള്ള പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റണം
എന്നുള്ള കാര്യം ആവശ്യപ്പെടും. ഇനി രാഹുൽ ഈ വിഷയത്തിൽ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചെത്തിയാൽ മാത്രം പാർട്ടിയിലേക്ക് ഒരു പ്രവേശനം, അതിനുശേഷം പാർട്ടി അംഗീകരിക്കാം. എന്ത് പറയാൻ, കിട്ടിയാൽ തന്നെ പോലീസിന്റെ കയ്യിലേക്കാണ് രാഹുലിനെ കിട്ടുന്നതെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല.